ഇറങ്ങും യാത്ര. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, തിരുവചന ധ്യാന ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പൗലോസ് അപ്പോസ്തലൻ കോരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, 2 കോരിന്തോസ് 3:3. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകത്തിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തമാണ്. മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ എന്ന് വ്യക്തം. പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ല ദൈവമേ, അങ്ങയുടെ ഹൃദയങ്ങളിൽ അങ്ങ് ഞങ്ങളെ ഏറ്റെടുക്കുന്നതിനും ഞങ്ങളെ സ്വീകരിക്കുന്നതിനും നന്ദി പറയുന്നു. ഞങ്ങൾ എഴുതപ്പെട്ട ലിഖിതങ്ങളാണെന്ന് അങ്ങ് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ സഞ്ചരിക്കുന്ന ദൈവവചനങ്ങളാക്കി രൂപാന്തരപ്പെടുത്തണമേ. ദൈവവചനത്തിൻ്റെ അടങ്ങാത്ത സമ്പത്തും അനുഗ്രഹവും നിക്ഷേപവുമുള്ള ഹൃദയവും ജീവിതവും മനസ്സുമായി ഞങ്ങൾ മുന്നേറാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ വചന ശുശ്രൂഷയിലൂടെ അങ്ങയുടെ ജീവിക്കുന്ന ആത്മാവിൻ്റെ ചൈതന്യവും ശക്തിയും സൗഖ്യവും ഞങ്ങൾ ഓരോരുത്തരിലും പകരണമേ. ആമേൻ. ഉടമ്പടിയുടെ ശുശ്രൂഷകർ എന്ന ടൈറ്റിലാണ് പൗലോസ്ലീഹ ഈ ഭാഗം നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത്. ഉടമ്പടിയുടെ ശുശ്രൂഷകർ. പുതിയ ഒരു ഉടമ്പടിയെക്കുറിച്ചും പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരെക്കുറിച്ചും പൗലോസ്ലീഹ നമുക്ക് കൃത്യമായിട്ട് വ്യാഖ്യാനിച്ചു തരികയാണ്. നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ലിഖിതമായി നമ്മളുടെ ഹൃദയങ്ങളിൽ അത് എഴുതപ്പെട്ടതിനെ അദ്ദേഹം കണ്ട് അദ്ദേഹം നമ്മളെ അനുമോദിക്കുകയാണ്, എൻകറേജ് ചെയ്യുകയാണ്. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക്, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായി എന്നെ നിങ്ങളെയുമൊക്കെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഒരു കാരുണ്യം എപ്പോഴും ഈ ലോകത്തിലുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്. ദൈവത്തിൻ്റെ ഒരു പ്രത്യേക സ്നേഹം, പ്രത്യേക വാത്സല്യം നിങ്ങളെടുത്ത് നോക്കിക്കോ. ആരംഭം മുതൽ ദൈവത്തിന് ഒരു പ്രത്യേകമായ സ്നേഹം, സന്തോഷം, സമാധാനം, ഒരു തിരഞ്ഞെടുപ്പ് അത് ഒരു ചെറിയ വിഭാഗത്തിൽ അത് തുടങ്ങുന്നുണ്ട്. പഴയ നിയമത്തിൽ എത്രയോ മനുഷ്യർ അന്ന് ജീവിച്ചിരുന്നു. എന്നാൽ നോക്കിക്കേ, ദൈവം നോഹ എന്നൊരു നീതിമാൻ്റെ അടുക്കിലേക്ക് പോവുകയാണ്. ആ കാലഘട്ടത്തിൽ നോഹയേക്കാൾ മെച്ചപ്പെട്ട എത്രയോ ആളുകളുണ്ടായിരുന്നു. പക്ഷേ ദൈവം നോഹയെ അന്വേഷിച്ച് നോഹയുടെ അടുക്കിലെത്തി. നമ്മളിപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കഴിവ്, നമ്മുടെ ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ നമ്മളുടെ ചില ജന്മവാസനകൾ, ഇതുകൊണ്ടൊക്കെ നമുക്ക് ചിലതിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റും എന്ന് വന്നിരിക്കാം. പക്ഷേ ദൈവം അതൊന്നുമല്ല നോക്കുന്നത്. ഇതൊന്നും ഇല്ലാത്തവരെ പോലും ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പുണ്ട്. ദൈവത്തിൻ്റെ കണ്ണുകൾക്ക് കണ്ടുപിടിക്കുന്ന ചില വ്യക്തിത്വങ്ങളുണ്ട്. ദൈവം അവരുടെ അടുക്കലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ് പറയുക, അങ്ങനെയുള്ളവരുടെ എബിലിറ്റി അല്ല, അവരുടെ അവൈലബിലിറ്റിയാണ് ദൈവം നോക്കുന്നത്. ഇന്നും ദൈവം അത് ആവർത്തിക്കുന്നുണ്ട്. ഒരുപക്ഷെ അൺഎക്സ്പെക്റ്റഡ് ചില വ്യക്തികളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഫ്ലൈറ്റ് വന്ന് ലാൻഡ് ചെയ്യാം. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത എത്രയോ പേര്, ദൈവത്തെ ഈ വഴിക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുന്ന എത്രയോ പേര് ഇന്ന് ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി, പാടി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി, പ്രസംഗിച്ച് ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരായി അവരുടെ ജീവിതം വഴിമാറിപ്പോയിരിക്കുന്നു. അല്ലെങ്കിൽ അവരുദ്ദേശിച്ചിരുന്ന ആ ഒരു തലത്തിൽ നിന്നൊക്കെ ഡീവിയേറ്റ് ചെയ്ത് യഥാർത്ഥ വഴിയിൽ അവർ എത്തിച്ചേർന്നു. ഇങ്ങനെയൊന്നുമല്ല, ഞാൻ അവിടെ അങ്ങനെ ആയിത്തീരും, ഞാൻ ഇവിടെ ഇങ്ങനെ ആയിത്തീരും, അതെല്ലാം പ്രതീക്ഷിച്ച് പല സ്വപ്നങ്ങൾ നെയ്ത് പോയവരെയൊക്കെ ദൈവം വഴിമാറ്റി, ദൈവം തൻ്റെ വഴിക്ക് തൻ്റെ
ഇന്ന് ഈ ശുശ്രൂഷ നിങ്ങൾ ഉൾക്കൊള്ളുമ്പോഴും ഈ വചന ശുശ്രൂഷയിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓർക്കണം, ദൈവം ഒരുപക്ഷെ ഒരു അൺഎക്സ്പെക്റ്റഡ് വിസിറ്റ് നിങ്ങളുടെ മുമ്പിൽ നടത്തുന്നുണ്ടാകാം. തനിക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ ഉടമ്പടിയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഒരുപക്ഷെ ആരും പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവം എന്നെയോ നിങ്ങളെ ആരെങ്കിലുമോ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും. അതിന് നമ്മൾ നിന്നു കൊടുക്കണം. എന്നിട്ടോ നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ ഒരു പരിവേദനവുമായിട്ടാണ് ആദ്യം ദൈവം ആദ്യത്തെ ഉടമ്പടിക്ക് ഈ നോഹിൻ്റെ അടുക്കിലേക്ക് വരുന്നത്. നോഹയുടെ അടുക്കിലേക്ക് ദൈവം വരുമ്പോൾ ദൈവത്തിനൊരു ദുഃഖമുണ്ട്, ദൈവത്തിൻ്റെ ഉള്ളിൽ അടങ്ങാത്തൊരു വിഷമം കിടപ്പുണ്ട്. എന്താണെന്നറിയാം, ഈ ഭൂമിയിൽ മുഴുവൻ ദൈവം ജീവജാലങ്ങളെ സൃഷ്ടിച്ചു, മനുഷ്യനെ സൃഷ്ടിച്ചു. അങ്ങനെ ദൈവം ഈ ഭൂമിയെ സംവിധാനം ചെയ്ത് അവരുടെ കരങ്ങളിലേക്ക് കൊടുത്തു. തലമുറകൾ കഴിഞ്ഞു. പക്ഷേ തലമുറകൾ കുറേ കൈമാറി വന്നപ്പോഴേക്കും തങ്ങളെ സൃഷ്ടിച്ച ദൈവം ആരാണെന്ന് നോക്കാൻ അവരുടെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നില്ല. ദൈവമേ, നീ ആരാണ്? നീ എവിടെയാണ്? നിനക്കെന്നോടെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ദൈവത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന, ദൈവത്തോട് ചോദിക്കുന്ന ഒരു ജനത നഷ്ടപ്പെട്ടു പോയി. ഇന്നും നിങ്ങൾ നോക്കിക്കേ, വാട്സാപ്പ്, സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇവിടെ കുമ്പിട്ട് കിടന്ന് എത്ര മണിക്കൂറുകളാണ്. ഈ ഇടയ്ക്ക് ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും തമ്മിൽ പ്രോബ്ലമാണ്. അപ്പം ഹസ്ബൻഡിനെ കുറിച്ച് വൈഫിൻ്റെ വിഷമം പറയുകയാണ്. വീട്ടിൽ വന്നാൽ 4-5 മണിക്കൂർ ഈ ഒരു ഫോണിലിരിക്കുകയാണ്. ഇതാണോ ഇദ്ദേഹത്തിൻ്റെ ലോകം? വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. ചുറ്റുപാടും ആരെങ്കിലും ഒരു സ്വന്തം കുഞ്ഞു പോലും വന്ന് ചെന്ന് ഭർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ അപ്പനാണ് ആ കുഞ്ഞിനെ തട്ടിമാറ്റുകയാണ്. അദ്ദേഹം ആ കുഞ്ഞിൽ പോലും അതിനെ താലോലിക്കാൻ പോലും അയാൾക്ക് സമയമില്ല. അത്രമാത്രം അയാളുടെ കോൺസെൻട്രേഷൻ ഇന്ന് സോഷ്യൽ മീഡിയ അപഹരിച്ചു. ഇതുപോലെ ഇന്ന് ലോകത്തിൻ്റെ മുമ്പിൽ കുമ്പിട്ട് കിടക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ഇടയിലുമില്ലേ? നോഹയുടെ കാലത്ത് ഇതേ വിഷമത്തിലാണ് ദൈവം ഒരു കഠിന തീരുമാനമെടുക്കുന്നത്. ഇനി ഞാൻ ഈ ലോകത്തിൽ എന്നെ അന്വേഷിക്കാത്ത ജനതയെ ഞാനും വിട്ടുകളയുകയാണ്, മറന്നു പോവുകയാണ്, അവരെ എനിക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് നോഹിനോടും അവൻ്റെ സന്തതികളോടും അവൻ തിരഞ്ഞെടുത്ത ജീവജാലങ്ങളോടും കൂടെ അവരെ ഒരു പെട്ടകത്തിലാക്കുകയാണ്. വെള്ളപ്പൊക്കവും അതിനുശേഷം ഭൂമിയിൽ പ്രളയക്കെടുതികൾ വരുന്നത് നമ്മൾ ബൈബിളിൽ വളരെ വേദനയോടെയാണ് കാണുന്നത്. ആ പ്രളയത്തിന് ശേഷം പിന്നീട് ഭൂമിയിൽ പെറ്റുപെരുകുന്നത് മുഴുവൻ ദൈവത്താൽ സൂക്ഷിക്കപ്പെട്ട, ദൈവത്താൽ രക്ഷിക്കപ്പെട്ട നോഹയും കുടുംബവും അവൻ്റെ സന്തതി പരമ്പരയുമാണെന്ന് ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്ക് ഉറപ്പു തരുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ നോഹയുമായിട്ട് നോഹിൻ്റെ അടുക്കലേക്ക് ദൈവം പോയിട്ട് ഈ നോഹിനോട് ദൈവം ചെയ്യുന്ന ഉടമ്പടിയെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴേക്കും ദൈവത്തിൻ്റെ മനസ്സ് വേദനിക്കുന്നുണ്ട്. ആദ്യം കോപം കൊണ്ട് കത്തി ജ്വലിച്ചു, എൻ്റെ ജനമോ എന്നെ അറിയുന്നില്ല എന്ന് പരിവേദനപ്പെട്ടിടത്ത് ഈ ജനതയെ മുഴുവൻ സംഹരിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഇവർക്ക് നാശം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ, പിന്നീട് നോഹിൻ്റെ അടുക്കലേക്ക് ദൈവം വീണ്ടും ഇറങ്ങി വരുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയാണ് ആദ്യത്തെ ഉടമ്പടി നമ്മൾ കാണുന്നത്. പലപ്പോഴും മനുഷ്യൻ്റെയൊക്കെ ഇടയിൽ ഓരോ ഉടമ്പടിയിലും, പഴയ നിയമത്തിൽ ഉടമ്പടികളൊക്കെ കാലഹരണപ്പെട്ടു പോയി, അല്ലെങ്കിൽ അതിനെയൊക്കെ സ്ഥാപിക്കുന്ന പുതിയ ഉടമ്പടി പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞു. പക്ഷേ ഓരോ ഉടമ്പടിയിലും വചനമുണ്ട്, അത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വ്യാഖ്യാനം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാഗ്ദാനങ്ങൾ അതൊരിക്കലും മാഞ്ഞു പോകുന്നില്ല. വചനത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന വാഗ്ദാനങ്ങൾ ഒരിക്കലും മായപ്പെടുന്നില്ല, അത് നിർവീര്യമായി പോകുന്നില്ല, അത് ഇൻവാലിഡ് ആകുന്നില്ല ഒരിക്കലും. അതുകൊണ്ട് തന്നെ നോഹയോട് ദൈവം ചെയ്ത വാഗ്ദാനം ഇന്നും നിലനിൽക്കുന്നു എന്ന് നമ്മൾ വിശ്വസിച്ചേ മതിയാകൂ. എന്താണ് കാര്യമെന്നറിയാമോ? ഇനി ഒരിക്കലും ഞാൻ നിന്നെ പൂർണ്ണമായി നശിപ്പിക്കുകയോ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല. പലരുടെയും ഭയം ഇതാണ്. ഒരു ക്യാൻസർ വന്നു, ഒരു കടബാധ്യത വന്നു, ഒരു ജപ്തി നോട്ടീസ് വന്നു, അല്ലെങ്കിൽ മക്കൾ ആക്സിഡൻറ്റിൽപ്പെട്ടു, മാറാരോഗികൾ കുടുംബത്തിലായി. പിന്നീട് പലരെയും സംസാരിക്കുമ്പോൾ ഒരു പ്രത്യാശയില്ല. ഇനി മുന്നോട്ട് എങ്ങനെ ജീവിക്കും, എങ്ങനെ പോകുമെന്ന് അവർക്കറിയില്ല. വളരെ ദൈവം പോലും ഞങ്ങളെ ഉപേക്ഷിച്ചു ആദ്യം പറയുന്ന വാക്കാണ് പലരും. എന്തെങ്കിലും ഒരു ചെറിയ അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം അവരുടെ ജീവിതത്തിൽ വരട്ടെ, ആദ്യം അത് ഷെയർ ചെയ്യുന്ന ആളുകളോട് അവർ പറയുന്നത് ദൈവം പോലും ഞങ്ങളെ ഉപേക്ഷിച്ചു. ഒരിക്കലും അത് പറയാൻ പാടില്ല. ദൈവം അങ്ങനെ പൂർണ്ണമായും നിന്നെ തള്ളിക്കളയുകയില്ല. ഇപ്പോൾ വന്നതൊക്കെ ദൈവത്തിലേക്ക് വരാനുള്ള സഹനത്തിൻ്റെ പരിശീലനമാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. എൻ്റെ ദൈവം
എന്നെ രക്ഷിക്കും, എന്നെ ഉയർത്തും. ചെറിയ ചെറിയ അടിയും ചെറിയ ചെറിയ സഹനങ്ങളും എൻ്റെ ജീവിതത്തിൽ വരുന്നത് സഹനത്തിലൂടെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ച് അടുത്ത പടിയിലേക്ക് ദൈവത്തിലേക്ക് ഉയരാൻ വേണ്ടിയാണ് എന്ന കാര്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് ആദ്യത്തെ ഉടമ്പടി. ഉടമ്പടിയുടെ ശുശ്രൂഷകരാണ് ഞാനും നിങ്ങളുമൊക്കെ. പുതിയ നിയമ ഉടമ്പടിയുടെ ശുശ്രൂഷകരാണ്. അതിലേക്കാണ് നമ്മളിനി വന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തത് വീണ്ടും നമ്മൾ കാണും. ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം തൻ്റെ ദാസനോട് ഉടമ്പടി ചെയ്യുകയാണ്. അബ്രാഹത്തെ വിളിച്ച് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എത്ര വലിയ പരിശീലനമാണ് ദൈവം അബ്രാഹത്തിന് കൊടുക്കുന്നത്. 75 വയസ്സുള്ളപ്പോൾ ദൈവം വാഗ്ദാനം കൊടുത്തു. 99 വയസ്സ് കഴിഞ്ഞപ്പോൾ ആ വാഗ്ദാനം ഏതാണ്ട് 25ഓളം വർഷമെടുത്തു. എന്നാൽ ദീർഘക്ഷമയോടെ ആ മനുഷ്യനോടെ പിടിച്ചു നിൽക്കുകയാണ്. ക്ഷമയുടെ ഒരാൾ രൂപത്തെ ബൈബിളിൽ കാണുന്നുവെങ്കിൽ ആദ്യ താളുകളിൽ കാണുന്ന ഈ മനുഷ്യനെയാണ്, അബ്രഹാം പിതാവിനെയാണ്. നീണ്ട 25 വർഷങ്ങൾ ദൈവം കൊടുത്ത ഒരു വാഗ്ദാനം, ദൈവം പറഞ്ഞ ഒരു വാക്ക്, അത് വിശ്വസിച്ച് 25 വർഷം സഞ്ചാരം നടത്തിയവൻ. സഞ്ചാരമല്ല, വിശ്വാസത്തിൽ തെളിവാർന്ന ഹൃദയത്തോടെ ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് ആ പ്രഭാതത്തിൻ്റെ നൈർമല്യവും പ്രകാശവും പരക്കുന്നത് പോലെ ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം മാഞ്ഞു പോയിട്ടില്ല, ദൈവം മറഞ്ഞിട്ടില്ല, ദൈവം പറഞ്ഞത് ദൈവം ചെയ്തിരിക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിച്ചത് ദൈവം എനിക്ക് തന്നിരിക്കും എന്ന് വിശ്വസിച്ച മനുഷ്യനാണ്. 25 വർഷം അങ്ങനെ പരിശീലിച്ചത് കൊണ്ടാണ് 25ാമത്തെ വർഷം ആ വാഗ്ദാനത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് അദ്ദേഹം കാണുന്നത്, അബ്രഹാം പിതാവ് കാണുന്നത്. എന്നിട്ടോ നമ്മൾ കാണുകയാണ് അവിടെ വീണ്ടും അബ്രഹാവുമായിട്ട് ഒരു ഉടമ്പടി വീണ്ടും ചെയ്യുകയാണ്. ആ ഉടമ്പടിയിൽ നമ്മൾ കാണുന്നത് മനുഷ്യൻ്റെ മാംസത്തിൽ ഉടമ്പടി ചെയ്യുന്ന, കാരണം ഇത് എന്നേക്കുമുള്ളൊരു അടയാളമാണ്. നിങ്ങളെൻ്റെ മക്കളാണ്, നിങ്ങളെൻ്റെ ജനമാണ് എന്ന് പറഞ്ഞ് ദൈവവും മനുഷ്യനും തമ്മിലൊരു ഉടമ്പടി ചെയ്യുകയാണ്. നിന്നെ മക്കളില്ലാത്തവൻ എന്ന് പറഞ്ഞ് നിന്നെയും നിൻ്റെ ഭാര്യയെയും ലോകം പരിഹസിച്ചിട്ടില്ലേ, ഇതാ നീ സന്താനപുഷ്ടിയുള്ളവനായി പെരുകും, നിൻ്റെ പേര് പോലും ഞാൻ മാറ്റുകയാണ്, ഇനി അബ്രാം എന്നല്ല അബ്രാഹം എന്ന് നീ അറിയപ്പെടും. അതിനുള്ള നിർവചനം, പേരിൻ്റെ അർത്ഥവും ദൈവം പറഞ്ഞു കൊടുക്കുകയാണ്. വലിയ ജനതയുടെ വിശ്വാസികളുടെ പിതാവായിരിക്കും നീ സാധാരണക്കാരനല്ല, നീ ഒരു വിശ്വാസിയാണ്, അല്ലെങ്കിൽ നീ ഒരു അപ്പനാണ്, പിതാവാണെന്നല്ല ദൈവം അവനോട് പറയുന്നത്. പിന്നെയോ നീ വിശ്വാസികളുടെ വലിയ ജനതയുടെ മുകളിൽ അവരുടെ പിതൃസ്ഥാനത്ത് നിന്നെ ഞാൻ അവരോധിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പരിച്ഛേദനത്തിലൂടെ ദൈവം മനുഷ്യൻ്റെ മാംസത്തിൽ ഉടമ്പടി ചെയ്യുകയാണ്. ഒരിക്കലും അവൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ്റെ മാംസത്തിൽ ഈ ഉടമ്പടിയുടെ അടയാളം സ്ഥാപിക്കുകയാണ്. അങ്ങനെ ദൈവം വീണ്ടും മനുഷ്യനെ മാറോടണയ്ക്കുകയാണ്. നമ്മളെപ്പോഴും ഇത് തന്നെ ചിന്തിക്കണം. നോഹയുടെ കാലത്ത് കേട്ടതുപോലെ അബ്രാഹത്തിൻ്റെ കാലത്ത് ഒരു പ്രതീക്ഷയ്ക്കും വകയില്ലാതിരുന്നിട്ടും ദൈവത്തിൽ പ്രതീക്ഷയും പ്രത്യാശയും അർപ്പിച്ചവൻ്റെ ജീവിതത്തിൽ ദൈവം ഇറങ്ങി വരും. ദൈവം പറയും, എഴുന്നേൽക്കുക. ഈ കാലഘട്ടത്തിൻ്റെ അബ്രഹാമായിട്ട് അതിനെ കാണുന്നത്. നിൻ്റെ ശരീരത്തിൽ ഞാൻ ഉടമ്പടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ദൈവം, പിതാക്കന്മാരുടെ ദൈവം നമ്മെയും അനുഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. വീണ്ടും കാലം കഴിയുകയാണ്. എന്നിട്ടോ ആ അബ്രഹവുമായിട്ട് ഉടമ്പടി ചെയ്യുന്ന ആ സ്ഥലം, അത് കാനാൻ നാട്ടിൽ വെച്ചിട്ടാണ് ഉടമ്പടി ചെയ്യുന്നത്. എന്നിട്ട് ദൈവം കൊടുക്കുന്നൊരു വാഗ്ദാനമുണ്ട്, ഈ നാട് നിനക്കും നിൻ്റെ സന്തതികൾക്കുമായി ഞാൻ എന്നേക്കും തന്നിരിക്കും. നീ ചവിട്ടി നിൽക്കുന്ന ഈ കാനാൻ ദേശം നിനക്കും നിൻ്റെ മക്കൾക്കും അവരുടെ മക്കൾക്കും ഞാൻ എന്നേക്കും കൊടുക്കും. കാലങ്ങൾ കഴിയുകയാണ്. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, ജോസഫിൻ്റെ കാലഘട്ടം വരുന്നു. വലിയ ക്ഷാമമുണ്ടാകുന്നു. ജോസഫ് ആദ്യം തന്നെ ഈജിപ്തിൽ എത്തപ്പെടുന്നു. അതൊക്കെ വേദനയുടെ ചരിത്രങ്ങളാണ്. പിന്നീട് നാം കാണുന്നത് ഈജിപ്തിൻ്റെ മുഴുവൻ അധികാരിയായി ദൈവം ജോസഫിനെ ഉയർത്തുന്നതാണ്. അങ്ങനെ പട്ടിണിയും പരവട്ടവുമായി ഇസ്രായേൽക്കാർ മുഴുവൻ ഈജിപ്തിലേക്ക് വരികയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് 400 വർഷം ജോസഫിൻ്റെയൊക്കെ മരണത്തിന് ശേഷം ഈ ആളുകൾ അവിടുത്തെ അടിമകളായി പോകുന്ന ചരിത്രമാണ്. നോക്കിക്കേ, ഏതാണ്ട് 900 വർഷം അപ്പോൾ പിന്നിടുന്നുണ്ട്. അബ്രാഹത്തിനോട് ദൈവം കൊടുത്ത വാഗ്ദാനം, ഈ മണ്ണ് നിനക്ക് നിൻ്റെ സന്തതികൾക്കുമായിട്ട് തരുമെന്ന് പറഞ്ഞതിൻ്റെ 900 വർഷം പിന്നീട് ഈ ജനത കഴിഞ്ഞിട്ടാണ് ഈ മണ്ണിലേക്ക് മടങ്ങി വരുന്നത്. അതാ ഞാൻ പറയുന്നത്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ഒരിക്കലും വിസ്മരിക്കപ്പെടാവുന്ന. ദൈവം നമുക്കൊരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കണം. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ വാഗ്ദാനം കണ്ടിട്ടേ ഞാൻ മരിക്കുകയുള്ളൂ. അത് വിശ്വസിക്കണം നമ്മൾ. അത് വിശ്വസിച്ചാലേ അത് സംഭവിക്കുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ തോതനുസരിച്ചാണ് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത്. അങ്ങനെ അനുഗ്രഹങ്ങളുടെ വറ്റാത്ത ഉറവിടമായി
ദൈവം അബ്രാഹത്തെയും അബ്രാഹത്തിൻ്റെ സന്തതികളായി തിരഞ്ഞെടുത്തിരിക്കുന്ന എന്നെയും നിങ്ങളെയും, അബ്രാഹത്തിൻ്റെ മക്കൾ ഇസഹാക്ക്, യാക്കോബ്, ജോസഫ്, ഇന്ന പരമ്പരയിലുള്ളത് ഞാനും നിങ്ങളുമാണ്, മറന്നു പോകരുത്. അബ്രാഹത്തിൻ്റെ ദൈവമേ, ഇസഹാക്കിൻ്റെ ദൈവമേ, യാക്കോബിൻ്റെ ദൈവമേ എന്ന് വിളിക്കാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തു, നമുക്ക് യോഗ്യത നൽകി. അതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവം എൻ്റെ ശരീരത്തിൽ ഒരു ഉടമ്പടി ചെയ്തുവെന്ന് നമ്മൾ വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ. മൂന്നാമത്തത് മോശയുടെ കാലത്തെ ഉടമ്പടിയാണ്. ബൈബിളിൽ നമ്മൾ കാണുന്ന പുറപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൽ അതാണ് അബ്രാഹത്തിന് ദൈവം കൊടുത്ത വാഗ്ദാനത്തിൻ്റെ 900 വർഷമാകുമ്പോഴേക്കുമാണ് ഈ വാഗ്ദാനം വീണ്ടും ഓൺ ദ വേ ടു കാനാൻ നാട്. അവർ വരുന്ന ആ വഴിമധ്യത്തിൽ വെച്ച്, അവരുടെ യാത്രയ്ക്ക് ഇടയിൽ വെച്ച്, മരുഭൂമിയിൽ വെച്ച് ദൈവം സീനായി മലയിൽ ഇറങ്ങി വന്ന് നിയമങ്ങൾ കൊടുക്കുകയാണ്, കൽപ്പനകൾ കൊടുക്കുകയാണ്. എന്നിട്ടോ ഉടമ്പടിയുടെ രക്തം കൊണ്ട് ആ ഉടമ്പടിയെ തളിച്ച് മോശ അത് ജനത്തിന് വ്യാഖ്യാനിച്ചു കൊടുത്ത് എന്നേക്കും നമ്മൾ ഉടമ്പടിയുടെ പുത്രന്മാരായിരിക്കുന്നു എന്ന് പറയുകയും, ദൈവം കൊടുത്ത വാഗ്ദാനം ഇതാണ്, ഇതെല്ലാം നിങ്ങൾ പാലിച്ചാൽ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത് എന്നും തുടങ്ങി 10ാമത്തെ കൽപ്പനയും കൊടുത്തതിന് ശേഷം ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ കൽപ്പനകളൊക്കെ പാലിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജനവുമായിരിക്കും. അങ്ങനെ നോക്കിയ ദൈവത്തിൽ നിന്ന് അകന്നുപോയ, അല്ലെങ്കിൽ അടിമത്വത്തിൻ്റെ മണം കിടക്കുന്ന, അടിമകളായി കിടക്കുന്ന മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ പിടിച്ച് ഉയർത്തി അവരെ വാഗ്ദാനത്തിൻ്റെ നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആ യാത്രയിലുടനീളം അവരെ വിശുദ്ധീകരിക്കുകയാണ്. കാരണം അവർ അടിമകളാണ്, അവരുടെ മനസ്സ് മുഴുവൻ കിടക്കുകയാണ്. 3-4 തലമുറ അടിമത്വത്തിൻ്റെ മുഖം പേറി അവർ തരം താണുപോയി. അതിൽ നിന്ന് ഓൾ ഓവർ എ നൈറ്റ് അവരെ ഉയർത്തുക സാധ്യമല്ല. അതുകൊണ്ട് 40 വർഷം, ഏതാനും ആഴ്ചകൾ കൊണ്ട് അവർക്കെത്താവുന്ന ഈ വാഗ്ദാന നാട്ടിലേക്ക് ദൈവം മരുഭൂമിയിലൂടെ 40 വർഷം അവരെ പരിശീലനത്തിന് വേണ്ടി കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ അവരുടെ യാത്രയുടെ 40-ാം വർഷമാണ് ദൈവം വാഗ്ദാനം ചെയ്ത ഈ കാനാൻ നാട്ടിൽ അവരെത്തിച്ചേരുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമ്മളറിയണം, ദൈവം വാഗ്ദാനം ചെയ്താൽ അത് വിശ്വസ്തനാണ്. ജീവിതത്തിലെ ഈ അലച്ചിലുകൾ ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നി, എന്തേ കാര്യങ്ങൾ വൈകിപ്പോകുന്നത്, എന്തേ ഞാൻ ഉദ്ദേശിച്ച് എൻ്റെ കൈപ്പിടിക്കുള്ളിൽ ഒതുങ്ങുന്നില്ല, എന്തേ പലതും എനിക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടും അത് കിട്ടാതെ അത് എന്നിൽ നിന്ന് അകന്നു പോകുന്ന എന്ത്? നോക്കണം, ദൈവം മരുഭൂമിയിലൂടെ നമ്മെ പരിശീലിപ്പിക്കുകയാണ്. വാഗ്ദാനം അല്ലെങ്കിൽ കാനാൻ ദേശം അവകാശമാക്കാനുള്ള കപ്പാസിറ്റി, ഒരുക്കം, വിശുദ്ധി, വിശ്വാസം അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നതുകൊണ്ട് വീണ്ടും ഈ മരുഭൂമിയിലൂടെ ദൈവം അലച്ചിലുകൾ നമുക്ക് തരികയാണ്. അത് വിശുദ്ധമായ യാത്രയായിരിക്കണം, അത് ദൈവത്തോടൊത്തുള്ള യാത്രയായിരിക്കണം. അങ്ങനെ ഈ നിയമങ്ങളെല്ലാം ദൈവം മോശയ്ക്ക് കൊടുത്തതിന് ശേഷം ആ ഉടമ്പടിയുടെ രക്തം, കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് തളിച്ച്, ഇത് കേട്ടവരുടെ മേലും നിയമപുസ്തകത്തിൻ്റെ മേലും ഈ രക്തം തളിച്ച് മോശ പറയുന്നുണ്ട്, ഇത് ഉടമ്പടിയുടെ രക്തമാണ്, ഇതിനോട് യെസ് പറയുന്നവരെല്ലാം തലമുറയായി ഈ ഉടമ്പടിയോട് ബന്ധം പുലർത്തണം, വിശ്വസ്തത പുലർത്തണം. അങ്ങനെ പഴയ നിയമത്തിലെ ഉടമ്പടികളെല്ലാം തീരുകയാണ് പ്രിയപ്പെട്ടവരെ. ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയിലേക്ക്, പുതിയ നിയമത്തിലേക്ക് ക്രിസ്തു തന്നെ ഇറങ്ങി വരികയാണ്. 4ാമത്തെ ഉടമ്പടി. അവിടെയൊക്കെയാണ് നമ്മൾ ഭാഗ്യവാന്മാർ. നമ്മളിപ്പോൾ പറയുന്നല്ലോ, അബ്രാഹത്തിൻ്റെയും നോഹയുടെയും മോശയുടെയും ഇസഹാക്കിൻ്റെയും ഒക്കെ കഥകൾ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നു. നമുക്ക് ഒരു അവകാശവുമില്ല ഈ വ്യക്തികളെക്കുറിച്ചൊന്നും പറയാൻ, ഇവരുടെയൊന്നും മക്കളാണെന്ന് പറയാൻ നമുക്ക് അവകാശമില്ല. കാരണം ദൈവം തിരഞ്ഞെടുത്തത് ഇസ്രായേൽ മക്കളെയായിരുന്നു. ദൈവം തിരഞ്ഞെടുത്ത ആ ജനതയിലൂടെ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികൾ തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ പൂർവികരൊക്കെ ലോകത്തിൻ്റെ വേറൊരു ഭാഗത്ത് നമ്മുടെ പൂർവികർ ജീവിച്ചു വരികയാണ്. അവരെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. എന്നാൽ നോക്കിക്കേ, തൻ്റെ ഏകജാതൻ, തൻ്റെ ഏകപുത്രൻ മനുഷ്യാവതാരം ചെയ്തു, മാംസം ധരിച്ച് മനുഷ്യനായി രക്ഷയുടെ അവതാരമായി ഭൂമിയിൽ അവതരിച്ചു. അവനിലൂടെ ഈ പിന്നോട്ടുള്ള എല്ലാ ബന്ധങ്ങളും ദൈവം നമുക്ക് വാങ്ങിത്തരികയാണ്. തൻ്റെ ഏകജാതനിലൂടെ ഈ പിന്നോട്ടുള്ള എല്ലാ ബന്ധങ്ങളിലേക്കും ദൈവം ക്രിസ്തുവിലൂടെ നമ്മെ കൊണ്ടുപോവുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ക്രിസ്തുവിലൂടെ സംലബ്ധമായ ഒരു പുതിയ ഉടമ്പടി, ക്രിസ്തുവിലൂടെ സ്ഥാപിക്കപ്പെട്ട ഒരു പുതിയ ഉടമ്പടിയെക്കുറിച്ച് പുതിയ നിയമത്തിൽ മുഴുവൻ നമ്മളത് വായിക്കുകയാണ്. നോക്കിക്കേ, ആ ഉടമ്പടിയുടെ പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. ഈ ഉടമ്പടി മഷി കൊണ്ടല്ല എഴുതിയത്, പിന്നെയോ
ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് എഴുതിയത്. അതുപോലെ തന്നെ പലകളിലല്ല എഴുതിയത്. പിന്നെയോ മനുഷ്യൻ്റെ ഹൃദയഫലകത്തിൽ ഈ പുതിയ ഉടമ്പടിയെ ദൈവം എഴുതി വെച്ചു. അതുപോലെ തന്നെ അങ്ങനെ എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് ഞാനും നീയുമൊക്കെ എന്ന് പറയുകയാണ്. അപ്പോൾ നോക്കിക്കേ, പുതിയ നിയമത്തിലേക്ക് കർത്താവ് തൻ്റെ ശരീരത്തെ ഈ ഉടമ്പടിയുടെ വസ്തുവായി രൂപാന്തരപ്പെടുത്തുകയാണ്. തൻ്റെ ശരീരത്തെയും തൻ്റെ രക്തത്തെയും ഈ ഉടമ്പടിക്കുള്ള പദാർത്ഥങ്ങളായി അവിടുന്ന് വേർതിരിക്കുകയാണ്. അതിനെ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചവൻ, ആ ശരീരത്തിൽ മനുഷ്യാവതാരത്തിലൂടെ തൻ്റെ ശരീരത്തിൽ ഇറങ്ങി വന്ന ദൈവം കർത്താവ് ആ ശരീരവും രക്തവും നമുക്ക് വേണ്ടി ഒഴുക്കിയിട്ട് മാറ്റി വെച്ചിട്ട് മുറിച്ച് തന്നിട്ട് ആ ഉടമ്പടി ചെയ്യുകയാണ്. നോക്കിയ വേദനയോടെ ഒരു ഉടമ്പടി ചെയ്യുന്ന ദൈവം. പണ്ടൊക്കെ നമ്മൾ കണ്ടത് മോശയുമായിട്ടുമൊക്കെയുള്ള ഉടമ്പടിയിൽ നിയമങ്ങൾ, വ്യവസ്ഥകൾ അങ്ങോട്ട് കൊടുക്കുകയാണ്, കൽപ്പനകൾ വയ്ക്കുകയാണ്. ഒരു കൽപ്പനയും പുതിയ നിയമത്തിലെ ഈ ഏറ്റവും ശ്രേഷ്ഠമായ ഉടമ്പടിയിൽ ക്രിസ്തു വയ്ക്കുന്നില്ല. നമ്മോട് ഒരു നിബന്ധനയും ദൈവം വയ്ക്കുന്നില്ല. സ്നേഹം മാത്രമാണ്. സ്നേഹം ഈ നിയമങ്ങളെല്ലാം കീഴടക്കുകയാണ് പ്രിയപ്പെട്ടവരെ. സ്നേഹത്തിന് ഈ നിയമങ്ങളുടെയൊക്കെ ഉപരിയായ ഒരു തലം സ്നേഹത്തിനുണ്ട് എന്ന്, അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ദൈവം തന്നെ സ്നേഹമാണ്. അതുകൊണ്ട് ക്രിസ്തു തന്നെ സ്നേഹമായി നമ്മുടെ ഇടയിൽ ഇറങ്ങി വരികയാണ്. സ്നേഹം കൊണ്ട് എല്ലാറ്റിനെയും അവിടുന്ന് മായ്ച്ചു കളഞ്ഞു. പഴയ ഉടമ്പടികളെല്ലാം സ്നേഹത്താൽ ക്രിസ്തു മായ്ച്ചു കളഞ്ഞു. ആ പഴയ ഉടമ്പടിയുടെയൊക്കെ മുകളിലൂടെ ക്രിസ്തുവിൻ്റെ രക്തം കരകവിഞ്ഞ് ഒഴുകുകയാണ്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി, നീതിമാനായ ഒരുവൻ, നീതിരഹിതരായ പാപികളായ എല്ലാവർക്കും വേണ്ടി ഒരുവൻ വിധിക്കപ്പെട്ടു. ഒരുവൻ ഹീനമൃഗത്തെ പോലെ അറുക്കപ്പെട്ടു. ഒരുവൻ അവൻ്റെ ശരീരത്തിലേറ്റ ചാട്ടവാറടികൾക്ക്, അവൻ്റെ ശരീരത്തിലേറ്റ തുപ്പലുകൾക്ക് കണക്കില്ല, അവൻ്റെ ശരീരത്തിലേറ്റ പരിഹാസങ്ങൾക്ക് കണക്കില്ല. എന്നാൽ എല്ലാം സ്നേഹപൂർവ്വം നിശബ്ദനായി അവൻ സഹിച്ചു. എല്ലാം നമ്മെ രക്ഷിക്കുകയും നമ്മെ വീണ്ടെടുത്ത് പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് നമ്മളെ ഇട്ടുകൊടുക്കണം. ഒരു പുതിയ കുഞ്ഞ് ജനിച്ച കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ എടുത്ത് അമ്മയുടെ മടിത്തട്ടിലേക്ക് നേഴ്സ് വെച്ച് കൊടുക്കുന്നത് പോലെ എന്നെ നിങ്ങളെയൊക്കെ രക്ഷിച്ച് തൻ്റെ രക്തം കൊണ്ട് കഴുകി, തൻ്റെ ശരീരം കൊണ്ട് നമ്മുടെ ശരീരത്തെ അവൻ വിശുദ്ധീകരിച്ച്, അവൻ്റെ ശരീരം നമുക്ക് മുറിച്ച് തന്നിട്ട്, അവൻ്റെ രക്തം കൊണ്ട് നമ്മെ കഴുകി തലോടിയിട്ട് അവൻ പിതാവിൻ്റെ മടിത്തട്ടിലേക്ക് വെച്ചു കൊടുത്തു. ഇതാണ് പുതിയ ഉടമ്പടി. ഈ പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരാകാൻ ദൈവം എന്നെ നിങ്ങളെ വിളിക്കുകയാണ്. അവിടെ നിയമത്തിന് അല്ലെങ്കിൽ വലിയ കാർക്കശ്യത്തിന് അവിടെ സ്ഥാനമില്ല. അവിടെ സ്ഥാനമുള്ളത് സ്നേഹത്തിനാണ്. അവിടെ സ്ഥാനമുള്ളത് സമാധാനത്തിനാണ്. വലിയ വാക്കുകളും വലിയ വ്യവസ്ഥകളും ഒന്നും ഇല്ല. വളരെ സിമ്പിളാണ്. അവനെ വിശ്വസിക്കുന്നവന്, അവനെ ഏറ്റുപറയുന്നവന് അവൻ്റെ രക്തത്തിൽ പങ്കുണ്ട്, അവൻ്റെ ശരീരത്തിൽ പങ്കുണ്ട്, അവൻ്റെ ബലിയിൽ പങ്കുണ്ട്, അവൻ്റെ ഉടമ്പടിയിൽ പങ്കുണ്ട്. പ്രിയ സഹോദരങ്ങളെ, വളരെ ആഴത്തിൽ നാം ഏറ്റെടുക്കേണ്ട ഒരു വലിയ അനുഭവമാണ് കർത്താവിൻ്റെ ഉടമ്പടി. പുതിയ നിയമത്തിൽ ക്രൂശിന്മേൽ കിടന്നുകൊണ്ട് കർത്താവ് ചെയ്ത ഉടമ്പടി. നിശബ്ദനായി എല്ലാം ഏറ്റെടുത്ത്, ഒരു നിങ്ങൾ എന്തിന് എന്നോടിത് ചെയ്യുന്നു എന്ന് പോലും ചോദിക്കാതെ, പീഡിപ്പിച്ചവരെ മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരെ ആശ്വസിപ്പിച്ച്, അവർക്ക് പ്രവചനങ്ങൾ കൊടുത്ത്, നിങ്ങൾ എന്നെ പ്രതി കരയരുതെന്ന് പറഞ്ഞ് ക്രൂശിലേറിയവൻ. കുരിശിൽ കിടക്കുമ്പോഴും തൻ്റെ അമ്മയെ പിടിച്ച് യോഹന്നാന് ഏൽപ്പിച്ചു കൊടുക്കുന്നവൻ. എൻ്റെ പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞവൻ. നീ എന്നോടുകൂടെ പർദീസാലായിരിക്കുമെന്ന് ഒരു വശത്ത് കിടന്ന കള്ളനോട് പറഞ്ഞവൻ. ഉടമ്പടിയുടെ ദൈവം ഇന്നും നമ്മുടെ കൂടെയുണ്ട്. എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്കപ്പുറം ക്രൂശിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു തടസ്സങ്ങളും അവശേഷിക്കരുത് പ്രിയപ്പെട്ടവരെ. എല്ലാം ഈ ബലിയിലൂടെ പൂർത്തിയാകണം. ജീവിതത്തിലെ കുറവുകളെ നിറവുകളാക്കാൻ കർത്താവിൻ്റെ ഉടമ്പടിയുടെ കുരിശിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളും വരണം. ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ഈ ഉടമ്പടിയുടെ കുരിശിലാണ്. നീ രോഗം കർത്താവിന്, ക്രൂശിക്കപ്പെട്ട കർത്താവിൻ്റെ ഈ ഉടമ്പടിയുടെ ദൈവത്തിൻ്റെ മുമ്പിൽ പോയി നിൻ്റെ രോഗം വെച്ച് കൊടുക്കുക. സൗഖ്യം തരും. ഇല്ലായ്മകൾ പറഞ്ഞ് അവിടെ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് പൊഴിക്കുക. സമൃദ്ധിയോടെ ദൈവം നിന്നെ മടക്കി അയക്കും. എനിക്കാരുമില്ല, ഞാൻ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ടു എന്ന് ആ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട്, ആ ഉടമ്പടിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് നീ പറ.
നിനക്ക് അനേകായിരം ദൂതന്മാരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അയച്ചു തന്ന് നിന്നെ ദൈവം സമ്പന്നനാക്കാം. ഇതാണ് ഉടമ്പടിയുടെ ദൈവം. ഈ ഒരു വിശ്വസ്തതയിൽ നാം ജീവിക്കണം. എൻ്റെ ദൈവം എന്നെ രക്ഷിച്ചു, എന്നെ അനുഗ്രഹിച്ചു, തൻ്റെ ശരീരത്താലും രക്തത്താലും എൻ്റെ ബലഹീനമായ ശരീരത്തെയും രക്തത്തെയും അവിടുന്ന് സമുദ്ധരിച്ചു. ഞാനിന്ന് ഒരു ദൈവ പൈതലാണ്, ഈശോയ്ക്ക് വേണ്ടപ്പെട്ട കുഞ്ഞാണ്, ദൈവപുത്രന്മാരുടെ ദൈവദൂതന്മാരുടെ കരങ്ങളിൽ ഇരിക്കുന്നവനാണ് എന്ന് അധികാരപൂർവ്വം മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ ഉള്ള ഉടമ്പടിയുടെ ശുശ്രൂഷകരായി ദൈവം നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റി മാത്രം ജീവിക്കുന്ന സാധാരണക്കാരായി നമ്മൾ അധപ്പതിക്കരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് അതുകൊണ്ട് മാത്രം നമ്മൾ സായുജ്യമടയരുത്. വലിയ ഒരു ഉടമ്പടി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു. ഈ ഉടമ്പടിയുടെ മക്കളായിരുന്നു കൊണ്ട് പറയണം, അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവമേ, നോഹിനോട് ഉടമ്പടി ചെയ്തവനെ, മോശയോട് ഉടമ്പടി ചെയ്തവനെ, തൻ്റെ പുത്രനിലൂടെ ഈ അവസാന കാലത്ത് ഞങ്ങളോട് ഉടമ്പടി ചെയ്തവനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ദൈവത്തെ നമ്മൾ അന്വേഷിക്കണം. ഈ സത്യം ഇന്നും അറിയാത്തവർക്ക് കർത്താവിൻ്റെ ശരീരത്തിലേക്കും രക്തത്തിലേക്കുമുള്ള വഴിയും വാതിലും ഞാനും നിങ്ങളുമാണ്. അത് മറന്നു പോകരുത്. കർത്താവിൻ്റെ ശരീരവും കർത്താവിൻ്റെ രക്തവും ഇന്ന് നമുക്ക് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വിശ്വസ്തയോടെ നമുക്ക് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയാം. പുതിയ ശുശ്രൂഷകരായി, പുതിയ നിയമത്തിൻ്റെ, പുതിയ ഉടമ്പടിയുടെ ശുശ്രൂഷകരായി, അനേകരെ കർത്താവിന് കൊടുക്കുന്നവരായി, ക്രൂശിതനായി നമുക്ക് വേണ്ടി രക്തം വാർന്ന് ക്രൂശിൽ കിടക്കുന്നവൻ്റെ മുമ്പിൽ അനേകരെ എത്തിക്കുന്നവരായി ഞാൻ നിങ്ങൾ മാറട്ടെ. പരിശുദ്ധാത്മാവ് നമുക്ക് അതിന് ശക്തി തരട്ടെ. പുത്തൻ അഭിഷേകത്തോടെ പുതിയ ഉടമ്പടിയിലേക്ക് ദൈവം നമ്മെ കരകയറ്റട്ടെ. ഈ വചനങ്ങളാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കട്ടെ. പുത്തൻ ശുശ്രൂഷയുടെ അഭിഷേകം നൽകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com. പരിശുദ്ധാത്മാ